തിരുവനന്തപുരം കാട്ടാക്കടയിലെ സ്വർണ്ണക്കവർച്ച അന്വേഷിക്കാൻ പ്രത്യേക സംഘം. കാട്ടാക്കട സിഐയുടെ നേതൃത്വത്തിൽ 7-അംഗ സംഘം അന്വേഷണം തുടങ്ങി. അടുത്തിടെ ജയിലിൽ നിന്നിറങ്ങിയ മോഷണക്കേസ് പ്രതികളെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, വലിയ കവർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 70 പവനോളം സ്വർണം ഈ ക്രിസ്മസ് ആഘോഷത്തിനായി പള്ളിയിൽ പോയ സമയത്ത് കവർന്നു എന്നാണ് ഈ വീട്ടുകാർ നൽകിയിരിക്കുന്ന, കുടുംബം നൽകിയിരിക്കുന്ന പരാതി. അതിൽ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? അന്വേഷണം എങ്ങനെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? റിനു ശ്രീധർ. ഇന്നലെയാണ് തിരുവനന്തപുരം കാട്ടാക്കടയിലെ കട്ടക്കോട് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ക്രിസ്മസ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പള്ളിയിൽ പോയിരുന്ന ദമ്പതികളുടെ വീട്ടിൽ കയറി ഏകദേശം 50ഓളം പവൻ സ്വർണം മോഷണം പോയി എന്നുള്ള വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഈ കുടുംബം പറഞ്ഞത് 50 പവനാണ് നഷ്ടമായത് എന്നുള്ളതാണ്. പിന്നീട് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഏകദേശം 70 പവനോളം മോഷണം പോയി എന്നുള്ളതാണ്. കൃത്യമായി തന്നെ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ചില സംശയങ്ങൾ ബാക്കിയാണ് പോലീസിന്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടീമിനെ തന്നെ ഈ മോഷണക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കുവാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാട്ടാക്കട SHOയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം ഈ ജയിലിൽ നിന്ന് ഈ അടുത്ത കാലത്തായി ഇറങ്ങിയ മോഷ്ടാക്കളുടെയും ഈ വീട്ടിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വന്നുപോയവരുടെ ഒരു ലിസ്റ്റും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിലേറെ പ്രധാനം എന്ന് പറയുന്നത് ഈ 70 പവൻ മോഷണം പോയി എന്ന് വീട്ടുകാർ പറയുന്നതിലും ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വർണത്തിന്റെ ഉറവിടത്തിലേക്കും പോലീസ് വിരൽ ചൂണ്ടുന്നുണ്ട്. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത്തരത്തിലുള്ള ഒരു അന്വേഷണവും നടത്തുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ സ്വർണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വീട്ടിൽ സ്വർണം വന്നത് എന്നുള്ളത്. എന്തായാലും ഈ വീട്ടുകാരൻ പറയുന്നത് തന്റെ ഭാര്യയുടെയും അതുപോലെ തന്നെ ഭാര്യ സഹോദരിയുടെയും സ്വർണമാണ് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ അന്വേഷണം പോലീസ് ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. കാട്ടാക്കടയിലെ മോഷണം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചിരിക്കുന്നു. വിശദമായ അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.